പക്ഷേ ഇതൊരു വലിയൊരു നേട്ടമാണെന്ന് കരുതി അങ്ങനെ കയറി അങ്ങ് വലിയ എന്തോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ഉരുകിപ്പോകും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഉരുകാത്ത ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഉരുവെന്ന് വിചാരിച്ച് ഞാൻ തെറ്റാണ്. സോറി സുഹൃത്തെ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതും 10-15 വർഷമായിട്ട് ഇവർ യൂട്യൂബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രേ ആയിട്ടുള്ളൂ. യൂട്യൂബൊക്കെ വന്നിട്ട് അധികം കാലം ആയിട്ടില്ല. 15 വർഷമേ ആയിരുന്നു യൂട്യൂബ് വന്നിട്ട്. ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 40-49 കൊല്ലമായി. ഞാൻ ഈ ലോകം കാണാൻ തുടങ്ങിയിട്ട് 49 കൊല്ലമായി. അതുകൊണ്ട് ഈ 15 വർഷം യൂട്യൂബിൽ ജീവിക്കുന്ന ആ ജീവിതം ഞാൻ പുറത്താണ് ജീവിച്ചിട്ടില്ല. ഞാൻ ജീവിതം കണ്ട്, കഷ്ടപ്പാടുകൾ കണ്ട്, ദുബായിൽ കഷ്ടപ്പെടുന്ന ലേബർ ക്യാമ്പിലുള്ള ആൾക്കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എന്ത് പ്രശ്നത്തിൽ കിടക്കുകയാണെന്നും അവിടെ എന്തൊക്കെയാണ് ഇഷ്യൂ എന്നും കണ്ട് വളർന്ന് ഓരോ സമയവും എന്താണ് ഓരോ രൂപയുടെയും വിലയെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഏതോ ഒരാളെടുത്ത വീഡിയോ എടുത്തിട്ട് അതിൻ്റെ മേളിൽ കയറി ഡയലോഗ് അടിച്ചിട്ട് അതിൽ കിട്ടുന്ന പൈസയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്നെ പറയാൻ അധികാരമില്ല. ശക്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണം. കാരണം എന്നെ പറയുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കാതെ ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റില്ല. അത് ഞാൻ പറയില്ല, അതിൻ്റെ പേരാണ് കാരണം. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആരാണോ വിതച്ചവൻ കൊയ്യും എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ വിതയ്ക്കുന്ന ഈ വൃത്തികെട്ട വാക്കുകൾ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വരുമ്പോൾ നിങ്ങൾ കണ്ണീരൊഴുക്കുമ്പോൾ തുടയ്ക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. അന്ന് എന്നെ വിളിക്കാം, ഞാൻ വന്ന് തുറച്ചുതരാം. എനിക്ക് അതിലും വിരോധമില്ല. കാരണം നിങ്ങൾക്ക് വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. നിങ്ങളുടെ വിഷമത്തിൽ വിഷമിക്കേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാം. അന്ന് ചീത്ത പറഞ്ഞ് നിങ്ങൾ ആരാണോ നിങ്ങൾ ചീത്ത വിളിക്കുന്നത് അവർക്കെതിരെയല്ല പോവുക, നിങ്ങളുടെ കൂടെ നിൽക്കാനേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. കാരണം വിഷമിപ്പിക്കുന്നവൻ വിഷമിച്ചിട്ട് ഈ ലോകത്ത് പോകുള്ളൂ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു ജീവിതവും ജീവിക്കുന്നത്. ഓരോ ദിവസവും ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലതോ എന്തെങ്കിലും ഒരു നന്മയോ ചെയ്യാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെനിക്ക് കോടിക്കണക്കിന് പൈസ ഉണ്ടായി ഞാൻ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്ത് ഞാൻ വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു വലിയ ഫിലാന്ത്രപ്പിസ്റ്റ് ആണെന്നോ സീതക്കാർത്തിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. ഞങ്ങൾക്കും നോർമൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഞങ്ങൾ റെസ്പെക്ട് യുവർ വർക്ക്. ഞാൻ മീഡിയക്കാരനായിട്ട് ഞാൻ ഇതേപോലെ ഇൻ്റർവ്യൂവിന് പല സ്ഥലത്തും ചെന്ന് നിന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ ചീത്തയും കേട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. 700 ഇൻ്റർവ്യൂസ് ഞാൻ എയർ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കിതിൻ്റെ റെസ്പെക്ട് അറിയാം. പക്ഷേ എവിടെയോ കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ കാണിച്ച് ആ എച്ചിലിൻ്റെ പിന്നെയും വേറൊരു ചെയ്ത് അതിന് കമൻറ്റ് ചെയ്ത് അതിന് താഴെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി ഞങ്ങളെ ചീത്ത വിളിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ എന്താ പറയുക? അവരുടെയൊക്കെ വാക്കിന് ഞാൻ വില പോലും കൊടുക്കരുത്. എന്നിട്ടും വില കൊടുത്തു കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുന്ന ലെവൽ പറഞ്ഞാൽ എന്തോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനം എന്ന് വിചാരിച്ചിരിക്കണം. ഇല്ല, എനിക്ക് എൻ്റെ ലോകത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിനകത്ത് കഥ പടച്ചു കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, എൻ്റെ മക്കൾ, ചേച്ചി, അനിയത്തി, എനിക്ക് വലിയൊരു ലോകമുണ്ട്. അതില്ലാത്തവർക്ക് അതിൻ്റെ വില മനസ്സിലാവില്ല. അവർ ഈ എച്ചിൽ കൊണ്ട് ഇങ്ങനെ ജീവിക്കും. കുഴപ്പമില്ല, അതിന് എനിക്കൊരു പ്രശ്നം. അല്ല, ഈ കാണും ഇപ്പൊ